ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സുഖത്തിനും ആരോഗ്യത്തിനും അതുപോലെ തന്നെ സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീട്ടമ്മ രണ്ടാം വിവാഹം കഴിപ്പിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനെനിക്ക് കിട്ടിയ സപ്പോർട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ഫ്രണ്ട്സിനും അത് റിലേറ്റബിളായി തോന്നി ആ ടോപ്പിക് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വന്ന കമൻറ്റ് ചെയ്ത ഓരോ വ്യക്തികൾക്കും ഞാൻ എൻ്റെ മനസ്സിൻ്റെ സ്നേഹവും സന്തോഷവും അതുപോലെ തന്നെ കടപ്പാടും അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അതൊരു വീട്ടമ്മയുടെ ജീവിതത്തിൽ രണ്ടാം വിവാഹം കഴിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് വന്ന കമൻറ്റ്സ്, ആ വീഡിയോയ്ക്ക് താഴെ എനിക്ക് വന്ന കമൻറ്റ്സിനും അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും രണ്ടാം വിവാഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ചെറിയ വാക്കുകളിലൂടെ പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ എന്തായാലും നമുക്കതിലേക്ക് കിടക്കാം. അതിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ആ വീട്ടമ്മയുടെ കഥ പറഞ്ഞത് എൻ്റെ സ്വന്തം കഥയാണോ എന്നുള്ളത്. അതൊരു റിയാലിറ്റിയിൽ ഒരു യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ്. ഞാൻ ആ വീട്ടമ്മയുടെ സ്വകാര്യത മാനിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ആ പേരും കാര്യങ്ങളും ഒക്കെ പറയാത്തത്. ഇത് റിയലായിട്ട് നടന്ന സംഭവം തന്നെയാണ്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല. ഉറപ്പായും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഫ്രണ്ട്സായ ഈ യൂട്യൂബിൽ കൂടെ തന്നെ ഞാൻ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഓരോ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് മാരേജ് തന്നെയാണ്. അതിലെനിക്കൊരു മോനും ഒരു മോളുമാണുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കലും സെക്കൻഡ് മാരേജ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് മാരേജ് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് പറയുന്നതിന് നമുക്ക് എന്താ മടി വിചാരിക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണല്ലോ നമ്മൾ ഫ്രണ്ട്സുമായി പങ്കുവയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട് മനസ്സിലാക്കിയതും അതുപോലെ നേരിട്ട് കണ്ട അനുഭവമുള്ളതുമായ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോ വഴി ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വീട്ടമ്മയ്ക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാം വിവാഹം എന്ന് പറയുന്നത് എപ്പോഴും അത് ഓരോ വ്യക്തികളുടെയും ഇഷ്ടമാണ്. നമുക്കാരെയും നിങ്ങൾ രണ്ടാം വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. അപ്പോൾ ഇതിനകത്ത് സുരേഷ് എന്ന് പറഞ്ഞൊരു ഐഡിയയിൽ വന്ന് ഒരു കമൻ്റ് ഇട്ടിരുന്നു. അദ്ദേഹം 11 വർഷമായി സെക്കൻഡ് മാരേജ് ചെയ്ത് ഹാപ്പിയായി ജീവിക്കുന്നു എന്നുള്ളത്. അതറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബാക്കി കുറേ പേര് പറഞ്ഞത് സെക്കൻഡ് മാരേജ് ഓക്കെ അല്ല, ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മളൊരു സെക്കൻഡ് മാരേജ് ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുകയാണ് എൻ്റെ വൈഫ് മരിച്ചുപോയി എന്ന്. അപ്പോൾ അതെങ്ങനെയാണ് മരണപ്പെട്ടത് എന്നൊക്കെയുള്ളത് നമ്മൾ സമീപ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അന്വേഷിക്കുക. ചിലപ്പോൾ ഒരു വൈഫ് മരിച്ചത് ഈ വ്യക്തിയുടെ മോശമായ പെരുമാറ്റങ്ങൾ കൊണ്ടാണോ, അടിപിടി അക്രമത്തിലാണോ എന്നൊക്കെയുള്ളത് അറിയേണ്ട അവകാശം നമുക്കുണ്ടല്ലോ. ഓരോ വീട്ടമ്മയും എന്ന് പറയുന്നത് ഓരോ വീടിൻ്റെയും അഭിമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്ത്രീയും സ്വയം ഒരിക്കലും വില കുറച്ച് കാണരുത്. നമ്മൾ ആദ്യത്തെ മാരേജിൽ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ കുറേ അങ്ങ് നമ്മുടെ വില കുറച്ച് കാണണമെന്നൊന്നും അതിനർത്ഥമില്ല. നിങ്ങൾ മൂല്യമുള്ളവർ തന്നെയാണ്. ആദ്യത്തെ ജീവിത പങ്കാളിക്ക് നമ്മുടെ മൂല്യം മനസ്സിലായില്ല എന്ന് കരുതി രണ്ടാമതൊരു പങ്കാളി വരുമ്പോൾ നമ്മളിതൊന്നും കണക്കാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു വീട്ടമ്മയെ എടുത്ത് ചാടരുത്. നമുക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞു മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞു മക്കൾക്ക് ഒരു പ്രായം വരെ അമ്മയുടെ സാമീപ്യം, അച്ഛനോ ഇല്ല, അപ്പോൾ അമ്മയുടെ സാമീപ്യമെങ്കിലും ഇല്ലാതെ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്താൽ നാളെ അവർ വളരെയധികം മാനസികമായി തളർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരു പരിധി വരെ വളർത്തി വലുതാക്കി ഒക്കെ വിട്ടതിന് ശേഷം നമുക്ക് ആലോചിക്കാം. ഇനി മക്കളൊന്നും ഇല്ലാത്ത വിവാഹിതയായ പെൺകുട്ടികളാണ്, ആദ്യത്തെ മാരേജിൽ എന്തെങ്കിലും പരാജയങ്ങൾ വന്നുപോയി രണ്ടാമതൊരു മാരേജ് കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം ഒരു തീരുമാനം അക്കാര്യത്തിൽ എടുക്കുക. അല്ലാതെ എടുത്തു ചാടി തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കരുത്. നിങ്ങളെ ഒരിടത്തും പോയി കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യരുത്. ഈ വരുന്ന ആൾക്കാർ നിങ്ങളുടെ പൈസ നോക്കിയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ക്ലിയർ ആക്കുക.
അപ്പോൾ എനിക്കറിയാവുന്ന ഒരു വാർദ്ധക്യത്തിൽ വിവാഹിതരായ ഒരു 2 പാർട്ട്നേഴ്സ് എനിക്കറിയാം. കാരണം അദ്ദേഹം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത് തന്നെ. അപ്പോൾ 2 പെൺകുട്ടികളായിരുന്നു. ഭാര്യയ്ക്ക് ക്യാൻസറായി മരിച്ചു. നല്ല സന്തോഷപ്രദമായി ജീവിച്ചു. 2 പെൺമക്കളും വിദേശത്താണ്. അപ്പോൾ ഈ പെൺമക്കളാണ് പറഞ്ഞത്, അച്ഛന് ഇൻസുലിനും കാര്യങ്ങളൊക്കെ എടുക്കണം, ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ അച്ഛന് ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ മാട്രിമോണിയൽ കൊടുത്തിട്ട് അതുവഴി ഒരു ലേഡി അങ്ങനെ വരികയാണെങ്കിൽ വിവാഹം കഴിക്കാമെന്ന്. അങ്ങനെ ഒരു ലേഡി അതുപോലെ വന്നെത്തി. അവരുടെ 2 പെൺമക്കൾ, ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പം 2 പെൺകുട്ടികളും വിദേശത്താണ്. അവർക്ക് 2 പെൺകുട്ടികൾ, ഈ ഹസ്ബൻഡിനും 2 പെൺകുട്ടികളാണ്. അങ്ങനെ അവരെല്ലാവരും സെറ്റിൽഡായി. അപ്പോൾ അങ്ങനെ അവർ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഗവൺമെൻറ് സർവൻ്റ് ആയതുകൊണ്ട് തന്നെ പെൻഷൻ ഉണ്ടല്ലോ, അപ്പോൾ കാലം വരെയുള്ള പെൻഷൻ ഈ ഹസ്ബൻഡിനും, അത് കഴിഞ്ഞ് ഇപ്പോൾ വിവാഹം കഴിക്കുന്ന സ്ത്രീക്കുമെന്ന് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ഈ ലേഡിയെ വിവാഹം കഴിക്കുന്നത്. അവർക്ക് സാമ്പത്തിക ഭദ്രത അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൻഷനും കൂടെ ആകുമ്പോൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും വന്നു പോയാലും ഇവർക്ക് പെൻഷൻ കിട്ടും. ആ ഒരു ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാർട്ട്ണർഷിപ്പിൽ ഇപ്പോൾ 8 വർഷത്തോളമായി സുഖമായി ജീവിക്കുന്നു. എല്ലാ മക്കളും അമ്മയും അച്ഛനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. കാരണം എല്ലാ പെൺമക്കൾക്കും എല്ലാം ജീവിതങ്ങളായി അവരെല്ലാം സെപ്പറേറ്റഡായി പോയി. അപ്പം അച്ഛൻ ഒറ്റപ്പെടുമെന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ അച്ഛൻ്റെ മക്കൾ ആദ്യം മുൻകൈ എടുത്ത് വിവാഹം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഈ വിവാഹം നല്ല സക്സസ്ഫുള്ളായി തന്നെ പോകുന്നു. കാരണം 2 പേർക്കും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ അച്ഛൻ വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെടുമായിരുന്നു, രോഗത്തിനൊക്കെ അടിമപ്പെട്ട്, ആരും നോക്കാനില്ലാതെ. അപ്പോൾ അങ്ങനെ വളരെ അപൂർവമായി നല്ല രീതിയിലൊക്കെ പോകുന്നവരുണ്ട്. നമ്മൾ എന്ത് തന്നെ ആയാലും ഒരു വ്യക്തി പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാതെ നമ്മൾ അന്വേഷിക്കുക. പിന്നെ 100% പെർഫെക്ഷൻ ഒന്നും നമുക്ക് ആദ്യത്തെ വിവാഹത്തിലായാലും ശരി, രണ്ടാമത്തെ വിവാഹത്തിലായാലും കിട്ടില്ല. കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ഒക്കെ ചെയ്യേണ്ടി വരും. ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അത് ചെയ്യാവുന്ന വിട്ടുവീഴ്ചയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാവൂ. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വിട്ടുവീഴ്ചകൾക്ക് നമ്മളെ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അതുപോലെ ഫിസിക്കലായി ടോർച്ചർ ചെയ്യുന്ന ഒരു വ്യക്തിയോടൊപ്പവും ഒരു വീട്ടമ്മയും സഹിച്ച് കഴിയേണ്ട യാതൊരു ആവശ്യമില്ല. അത് ആദ്യത്തെ മാരേജ് ആയാലും ശരി, രണ്ടാമത്തെ വിവാഹമായാലും ശരി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. വ്യക്തികളുടെ അഭിപ്രായം പലർക്കും പല രീതിയിലായിരിക്കും. അതുപോലെ നമ്മൾ ചില മനുഷ്യരുണ്ട്, ആദ്യത്തെ ജീവിതത്തിൽ ഒരു പാളിച്ച വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പാഠങ്ങൾ പഠിച്ച് രണ്ടാമത്തെ ജീവിതത്തിൽ അത്തരത്തിലൊരു പാളിച്ച വരാൻ പാടില്ല എന്ന ഉദ്ദേശശുദ്ധിയോടെ 2ാം വിവാഹത്തിന് ഒരുങ്ങുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്വയം തിരുത്തി മുന്നോട്ട് നമുക്ക് പോകാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു സെക്കൻഡ് മാരേജ് ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ ഇഷ്ടമല്ല മറ്റൊരാളിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്. നമുക്കതിനെ എതിരൊന്നും പറയാൻ പറ്റില്ല. കാരണം ചിലർക്ക് ഒറ്റപ്പെടൽ വലിയ വേദനയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കാൻ കഴിയാത്ത ആൾക്കാർ എനിക്ക് ഒറ്റപ്പെടലുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്കൊരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്ത ജീവിത സാഹചര്യമുള്ള ഒരു വ്യക്തിയെ 2ാം വിവാഹത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എല്ലാ രീതിയിലും നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മളെ ജീവിത സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്ന, പണക്കൊതിയില്ലാത്ത, ദേഹോപദ്രവം ഏൽപ്പിക്കാത്ത, അത്യാവശ്യം വീട് നോക്കിപ്പോകാൻ കഴിയുന്ന, നമ്മളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ആദ്യ വിവാഹമായാലും ശരി, രണ്ടാമത്തെ വിവാഹമായാലും ശരി, ഇത് രണ്ടിലേതായാലും നമ്മൾ അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ എനിക്ക് മക്കൾ മാത്രം മതി. എൻ്റെ മക്കളാണ് വലുത്. എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയാൽ ഞാൻ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിലാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് വിചാരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം പിന്നെ നമുക്കവിടെ ഓഫ് കോഴ്സ് ഈ മക്കൾ വളരുമ്പോൾ അവരെന്തായാലും നമ്മളോടൊപ്പം ഉണ്ടാവില്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് കരുതി നമുക്ക് പറ്റാത്ത ഒരു വ്യക്തിയെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നമ്മുടെ വീട്ടിലുള്ള സന്തോഷം കളയുന്നതിനോട് യോജിക്കാത്ത ധാരാളം വീട്ടമ്മമാരുണ്ട്. ഞാൻ അത്തരത്തിലൊരാളാണ്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സംഭവിക്കട്ടെ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി വിടുക. പിന്നെ അത് കഴിയുമ്പോൾ അവർ പോവുക അവരുടെ ജോലികളുമായി. നമ്മൾ എന്തായാലും ഒരു ലൈഫ് നമുക്ക് കുട്ടികളൊക്കെ ചെറുതായിരിക്കും പോയി എൻജോയ് ചെയ്തൊന്നും നമുക്കൊരു സ്ഥലത്ത് പോകാനോ വരാനോ ഒന്നും കഴിയില്ല. അപ്പോൾ
നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടം എന്താണോ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക, നമ്മുടെ ഹെൽത്തൊക്കെ കെയർ ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് 2 പെറ്റ്സിനെ, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്ന, ഒരു പെറ്റ്സിനെയൊക്കെ വളർത്തി നമുക്ക് നമ്മുടെ സന്തോഷം കണ്ടെത്താം. ബന്ധുവീടുകളൊക്കെ ഇടയ്ക്കൊന്ന് സന്ദർശിക്കാം. ഏതൊരു വീട്ടമ്മയായാലും അത്യാവശ്യം ഇപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും സ്കൂട്ടിയെങ്കിലുമൊക്കെ ഓടിക്കാൻ അറിയാവുന്നവരാണ്. കാർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ എത്ര വയസ്സായാലും അത് പോയി പഠിക്കുക. നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം കണ്ടെത്തുക. യൂട്യൂബ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ യൂട്യൂബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വായന ഒരു ശീലമാക്കുക. ദിവസവും എന്തെങ്കിലും ഒന്ന് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ പ്രാർത്ഥിക്കുക, നല്ല പ്രാർത്ഥന, നല്ല ആരോഗ്യപരമായ ആഹാരം, പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി. നമ്മൾ അങ്ങ് തളർന്ന് കിടക്കാൻ പാടില്ല. മക്കൾ പോയി എന്ന് വിചാരിച്ചൊക്കെ കിടന്നുറങ്ങാനൊന്നും പാടില്ല. സമയത്തിനുള്ള ഉറക്കവും സമയത്തിനുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ നമ്മുടെ മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം സന്തോഷ നിമിഷങ്ങളുണ്ടാവും. ആരും അങ്ങനെയൊന്നും ആലോചിച്ച് എനിക്കൊരു സെക്കൻഡ് മാരേജ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് എടുത്ത് ചാടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സെക്കൻഡ് മാരേജ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും എതിരല്ല. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ സംരക്ഷിക്കും എന്ന് നിങ്ങൾക്ക് പൂർണ്ണബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളതിലേക്ക് ഇറങ്ങുക. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ചെന്ന് പെടാതിരിക്കുക. അപ്പോൾ അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. ലവ് യു ഓൾ. ടേക്ക് കെയർ.